അപ്പം നമ്മളിന്ന് തുടർന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 5 ഭക്ഷണവും മനുഷ്യരും എന്ന ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗങ്ങളാണ്. അപ്പോൾ ദേശങ്ങൾ കടന്നും ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം, അവിടെ മുതലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഒരു പ്രദേശത്ത് മാത്രമായി ഒതുങ്ങി നിന്നിരുന്നില്ല. ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം വ്യാപിച്ചിരുന്നു. പ്രാചീന കാലം മുതൽ തന്നെ നമ്മുടെ നാടിന് വിദൂര ദേശങ്ങളുമായി സാധനങ്ങളുടെ കൈമാറ്റമുണ്ടായിരുന്നു. റോമക്കാരുമായും ജൂതന്മാരുമായും പേർഷ്യക്കാർ, അറബികൾ, ചൈനക്കാർ ഒക്കെ ആയിട്ട് നമുക്ക് പ്രാചീന കാലത്ത് വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം സാധനങ്ങളുടെ കൈമാറ്റം ഇവരുമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രാചീന കാലം മുതൽ ഭക്ഷ്യവസ്തുക്കൾ കൈമാറ്റം ചെയ്തിരുന്ന വിദേശികളാണ് റോമക്കാർ, ജൂതർ, പേർഷ്യക്കാർ, അറബികൾ, ചൈനക്കാർ. ഇന്ത്യയിൽ നിന്നും മറ്റ് ദേശങ്ങളിലേക്ക് പ്രധാനമായും കൈമാറ്റം ചെയ്യപ്പെട്ട സുഗന്ധവ്യഞ്ജനങ്ങളാണ് കുരുമുളക്, ഏലം, ഇഞ്ചി, ഗ്രാമ്പു, കറുവപ്പട്ട. കുരുമുളക്, ഏലം, ഇഞ്ചി, ഗ്രാമ്പു, കറുവപ്പട്ട തുടങ്ങിയവയാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്നും മറ്റ് ദേശങ്ങളിലേക്ക് പ്രധാനമായിട്ടും കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ. വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിള ഇതിൽ കുരുമുളകായിരുന്നു. അപ്പോൾ കുരുമുളകിൻ്റെ മറ്റൊരു പേരെന്താണ്? കറുത്ത പൊന്നെന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കുരുമുളകായിരുന്നു, കറുത്ത പൊന്നെന്ന് അറിയപ്പെടുന്നു. ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരി വാസ്കോഡ ഗാമ തിരികെ യൂറോപ്പിലേക്ക് പോയപ്പോൾ യാത്രാ ചെലവിൻ്റെ 60 ഇരട്ടി വിലയുടെ ചരക്കുകൾ കൊണ്ടുപോയിരുന്നതായി ചരിത്രരേഖകളിൽ പറയുന്നു. അപ്പോൾ വാസ്കോഡ ഗാമ നമ്മുടെ കേരളത്തിലേക്ക് വന്നിട്ട് തിരിച്ചു പോയ സമയത്ത് വാസ്കോഡ ഗാമയ്ക്ക് ചിലവായതിൻ്റെ 60 ഇരട്ടി വിലയുടെ ചരക്കുകളാണ് കൊണ്ടുപോയത്. ഇനി നമുക്ക് കുരുമുളക് അറിയപ്പെടുന്നത് സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കുരുമുളകാണ്. കുരുമുളകിന് വേറൊരു പേരോടെ ഉണ്ടായിരുന്നു, എന്തായിരുന്നു? കറുത്ത പൊന്ന്. ഈ വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കുരുമുളകായിരുന്നു, കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നു. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നതും കുരുമുളകാണ്. കുരുമുളകിൻ്റെ ജന്മദേശം ദക്ഷിണേന്ത്യയാണ് കുരുമുളകിൻ്റെ ജന്മദേശം. അന്തർദേശീയ വിപണിയിൽ 1-ാം സ്ഥാനമുള്ള സുഗന്ധവ്യഞ്ജനം. കുരുമുളകിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുക്കൾ ഇവയാണ്. പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ. കുരുമുളകിന് എരിവ് നൽകുന്ന ഘടകമാണ് പെപ്പറിൻ. പെപ്പറിൻ എന്നുള്ള ഘടകം എന്താണ്? കുരുമുളകിന് എരിവ് നൽകുന്നത്. ഭക്ഷണ പദാർത്ഥങ്ങൾ രുചിയും മണവും നൽകാനും ഔഷധമായും കുരുമുളക് ഉപയോഗിക്കുന്നു. ഇനി കറുവപ്പട്ട. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ കറുവപ്പട്ട മരങ്ങളുടെ കൃഷിത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടി അതെവിടെയാണ്? കണ്ണൂരാണ്. അപ്പോൾ അഞ്ചരക്കണ്ടിയിലാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ കറുവപ്പട്ട മരങ്ങളുടെ കൃഷിത്തോട്ടം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? അഞ്ചരക്കണ്ടി, കണ്ണൂർ. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏലമാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് ആരാണ്? കുരുമുളക്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി ഏലം. ജന്മദേശം ഇന്തോനേഷ്യ, ഇന്ത്യൻ ഉപഭൂഖണ്ഡം. ഇന്തോനേഷ്യയിലും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തുമാണ് ഏലത്തിൻ്റെ ജന്മദേശം. കേരളത്തിലും ആസാമിലും ധാരാളമായിട്ട് കൃഷി ചെയ്തു വരുന്നു. ഔഷധഗുണം നിറഞ്ഞ ഒരു സുഗന്ധവ്യഞ്ജനമാണ് ജാതിക്ക. ജാതിമരം സമൃദ്ധമായി വളരുന്ന പ്രദേശങ്ങളാണ് കർണാടകയിലും കേരളത്തിലെ പശ്ചിമഘട്ടത്തോട് ചേർന്ന പ്രദേശങ്ങളിലും. മധ്യകാലഘട്ടത്തിൽ അറബികൾ ഇന്ത്യയിൽ നിന്ന് വൻതോതിൽ ജാതിക്ക വാങ്ങിക്കൊണ്ടു പോയിരുന്നതായി ചരിത്രരേഖകളുണ്ട്. ജാതിക്ക ഉപയോഗിക്കുന്നത് ഭക്ഷ്യവസ്തുക്കൾക്ക് സ്വാദ് നൽകുന്നതിനും സുഗന്ധദ്രവ്യങ്ങൾ, ഔഷധങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിനുമാണ്. അന്തർദേശീയ വിപണിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള 2-ാമത്തെ സുഗന്ധവ്യഞ്ജനമാണ് ഗ്രാമ്പു. അപ്പോൾ ആദ്യത്തെ ഏതാണ്? കുരുമുളകാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നു, കറുത്ത പൊന്നെന്നറിയപ്പെടുന്നു. വിദേശികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം കുരുമുളകായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഗ്രാമ്പു. മസാലകളിൽ ധാരാളമായി ഉപയോഗിക്കുന്നു. ഗ്രാമ്പു പ്രധാനമായും കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ് കേരളം, തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിലാണ് ഗ്രാമ്പു ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നത്. ആദ്യമായി ഗ്രാമ്പു സുഗന്ധവ്യഞ്ജനമായി ഉപയോഗിച്ചു തുടങ്ങിയത് ചൈനക്കാരാണ്. അപ്പോൾ ഗ്രാമ്പു ആദ്യമായിട്ട് സുഗന്ധവ്യഞ്ജനമായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയ
ആരാണ് ഉപയോഗിച്ചു തുടങ്ങിയത്? ചൈനക്കാരാണ്. ഗ്രാമ്പു ഉപയോഗിക്കുന്നത് പൂമൊട്ടുകൾ ഉണക്കിയെടുത്താണ്. മരത്തിൽ നിന്നും അതിലുണ്ടാകുന്ന പൂമൊട്ടുകൾ ഉണക്കിയെടുത്തിട്ടാണ് ഗ്രാമ്പു ഉപയോഗിക്കുന്നത്. ഗ്രാമ്പുവിൽ അടങ്ങിയിരിക്കുന്നത് പ്രോട്ടീൻ, ഇരുമ്പ്, കൊഴുപ്പ്, അന്നജം, കാൽസ്യം, ഫോസ്ഫറസ്. പ്രോട്ടീൻ, ഇരുമ്പ്, കൊഴുപ്പ്, അന്നജം, കാൽസ്യം, ഫോസ്ഫറസ് തുടങ്ങിയവയാണ് ഗ്രാമ്പുവിൽ അടങ്ങിയിരിക്കുന്നത്. ഇഞ്ചി ഔഷധമായും സുഗന്ധവ്യഞ്ജനമായും ഉപയോഗിക്കുന്നു. ഇഞ്ചിയുടെ ജന്മദേശം ഇന്ത്യയോ മലേഷ്യയോ ആണെന്ന് കരുതപ്പെടുന്നു. പ്രധാനമായും ഇഞ്ചി കൃഷി ചെയ്യുന്നത് ഏഷ്യയിലാണ്. ഇഞ്ചി പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് ഏഷ്യയിലാണ്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇഞ്ചിയുടെ പകുതിയിലേറെയും കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ്. അപ്പോൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിൽ പകുതിയിലധികവും കേരളത്തിലാണ്. പ്രധാനമായിട്ടും ഇഞ്ചി കൃഷി ചെയ്യുന്നത് ഏഷ്യയിലാണ്. യൂറോപ്യന്മാരുടെ വരവോടെ ഇന്ത്യയിലേക്ക് എത്തിയ ഭക്ഷ്യവസ്തുക്കൾ. പിൽക്കാലത്ത് വിദൂര ദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചത് കച്ചവടത്തിൻ്റെ വ്യാപനമാണ് ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചത്. അങ്ങനെ നമുക്ക് വിദേശികളിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് വന്ന ഭക്ഷ്യവസ്തുക്കളാണ് ഒന്നാമത്തെ പേരയ്ക്ക. പേരയ്ക്കയുടെ ജന്മദേശം മെക്സിക്കോ ആണ്. പേരയ്ക്കയുടെ ജന്മദേശം മെക്സിക്കോ. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നു. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? പേരയ്ക്കയാണ്. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നു. മെക്സിക്കോ ആണ് ജന്മദേശം. അത് ഇന്ത്യയിലെത്തിച്ചത് പോർച്ചുഗീസുകാരാണ്. പേരയ്ക്ക ഇന്ത്യയിലെത്തിച്ചത് പോർച്ചുഗീസുകാരാണ്. മെക്സിക്കോയാണ് ജന്മദേശം. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നു. ഇനി പേരയ്ക്കയിലുള്ള പ്രധാന വൈറ്റമിനുകളാണ് വൈറ്റമിൻ എ, ബി, സി. വൈറ്റമിൻ എയും ബിയും സിയുമാണ് പേരയ്ക്കയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിനുകൾ. കശുവണ്ടിയുടെ ജന്മദേശം ബ്രസീലാണ്. ധാരാളമായിട്ട് കാണപ്പെടുന്നത് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ്. ഇന്ത്യയിൽ അത് പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കശുമാവ് കൃഷി ചെയ്യുന്ന ജില്ല കണ്ണൂരിലാണ്. ഏറ്റവും കൂടുതൽ കശുമാവ് കൃഷി ചെയ്യുന്നത് കണ്ണൂരിലാണ്. പക്ഷേ ഫാക്ടറികൾ കൂടുതലുള്ളത് കൊല്ലത്താണ്. കശുവണ്ടി വ്യവസായങ്ങൾ കൂടുതലുള്ളത് കൊല്ലത്താണ്. കൃഷി ചെയ്യുന്നത് കണ്ണൂരും അതിൻ്റെ വ്യവസായങ്ങൾ അതായത് ഫാക്ടറികൾ ബാക്കിയെല്ലാം കൊല്ലത്താണ്. കശുവണ്ടി പരിപ്പിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ളത് കാൽസ്യം, ഇരുമ്പ്, മഗ്നീഷ്യം, നാരുകളാണ്. കാൽസ്യവും ഇരുമ്പും മഗ്നീഷ്യം പിന്നെ ഫൈബറൊക്കെയാണ് കശുവണ്ടിയിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത്. എവിടെയാണ് കശുവണ്ടിയുടെ ജന്മദേശം? ബ്രസീലിലാണ്. പേരയ്ക്കയുടേത് മെക്സിക്കോയിൽ. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നാണ് പേരയ്ക്ക അറിയപ്പെടുന്നത്. പോർച്ചുഗീസുകാരാണ് അത് ഇന്ത്യയിലേക്ക് എത്തിച്ചത്. കശുവണ്ടിയും ഇന്ത്യയിൽ എത്തിച്ചത് പോർച്ചുഗീസുകാരാണ്. ഉരുളക്കിഴങ്ങിൻ്റെ ജന്മദേശം പെറു ആണ്. ഉരുളക്കിഴങ്ങിൻ്റെ ജന്മദേശം പെറു. ഭക്ഷ്യയോഗ്യമായ കിഴങ്ങ് വിളയാണ് ഉരുളക്കിഴങ്ങ് ചെടികളെ ആദ്യമായി കണ്ടെത്തിയത് അമേരിക്ക, മെക്സിക്കോ, ചിലി തുടങ്ങിയ രാജ്യങ്ങളിലെ മലമ്പ്രദേശങ്ങളിലാണ്. ഉരുളക്കിഴങ്ങിൽ ധാരാളം അടങ്ങിയിട്ടുള്ളത് പ്രോട്ടീനും അന്നജവുമാണ് ഉരുളക്കിഴങ്ങിൽ ഉള്ളത്. ലോകത്തിൻ്റെ മിക്ക രാജ്യങ്ങളിലും കൃഷി ചെയ്യപ്പെടുന്ന ഒരു ഹ്രസ്വകാല വിളയാണ് മരച്ചീനി കൃഷി ചെയ്യുന്ന രാജ്യങ്ങളാണ് തെക്കേ അമേരിക്ക, ആഫ്രിക്ക, ഇന്തോനേഷ്യ, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലെല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. മരച്ചീനി അറിയപ്പെടുന്ന മറ്റൊരു പേര് പല സ്ഥലങ്ങളിലും പല രീതിയിൽ അറിയപ്പെടുന്നു. കപ്പ എന്നറിയപ്പെടുന്നുണ്ട് മരച്ചീനി കേരളത്തിൽ പ്രചരിപ്പിച്ച തിരുവിതാംകൂർ മഹാരാജാവാണ് വിശാഖം തിരുനാൾ മഹാരാജാവ്. വിശാഖം തിരുനാൾ രാജാവാണ് കേരളത്തിൽ കപ്പ പ്രചരിപ്പിച്ചത് അല്ലെങ്കിൽ മരച്ചീനി പ്രചരിപ്പിച്ചത്. കേരളത്തിൽ പ്രചരിപ്പിച്ചത് വിശാഖം തിരുനാൾ മഹാരാജാവാണ്. രണ്ടാം ലോക യുദ്ധകാലത്തുണ്ടായ ഭക്ഷ്യക്ഷാമത്തിൽ നിന്നും കേരളത്തെ രക്ഷിച്ച ഭക്ഷ്യവിളയാണ് മരച്ചീനി. അപ്പോൾ നമ്മുടെ വിശാഖം തിരുനാൾ മഹാരാജാവ് മരച്ചീനി കൃഷി വ്യാപിച്ച കാരണം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പട്ടിണിയില്ലാണ്ട് കേരളം മുന്നോട്ട് പോയി. തിരുവനന്തപുരത്തെ കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ആദ്യമായി വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള മരച്ചീനിക്ക് നൽകിയ പേരാണ് ശ്രീവിശാഖം. അപ്പോൾ തിരുവനന്തപുരത്തെ കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ആദ്യമായിട്ട് വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള മരച്ചീനിക്ക് നൽകിയ പേരാണ് ശ്രീവിശാഖം തിരുനാളിൻ്റെ സ്മരണം നിലനിർത്താനായിരുന്നു ഈ പേര് നൽകിയത്. അപ്പോൾ ശ്രീവിശാഖം എന്നുള്ളത് മരച്ചീനിയുടെ ഒരു ഇനമാണ്. പപ്പായയുടെ ജന്മദേശം അമേരിക്കയാണ്. മിക്ക ഉഷ്ണമേഖലാ രാജ്യങ്ങളിലും പപ്പായ കൃഷി ചെയ്തു വരുന്നു. പോഷക മൂല്യങ്ങളുടെ കാര്യത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പഴമാണ് പപ്പായ. പപ്പായയിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ളത് ഇരുമ്പ്, കാൽസ്യം, വൈറ്റമിൻ എ, ബി, സി.
കൈതച്ചക്കയുടെ ജന്മദേശം ബ്രസീൽ. സ്വർഗീയ ഫലമെന്ന് വിശേഷിപ്പിക്കുന്നു. ഹരിതകിരീടം വെച്ച് രാജകീയ പ്രൗഢിയോടെ നിൽക്കുന്ന ഫലം. ഇന്ത്യയിലെ കൈതച്ചക്ക പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. ഇപ്പോൾ സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്നത് കൈതച്ചക്കയാണ് സ്വർഗീയ ഫലം. ജന്മദേശം ബ്രസീലാണ്. കൈതച്ചക്കയുടെ ഇലകൾ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ നിർമ്മിക്കുന്ന രാജ്യം ഫിലിപ്പീൻസുകാർ കൈതച്ചക്കയുടെ ഇലകൾ ഉപയോഗിച്ചിട്ട് വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ദഹനത്തിന് വളരെ അനുയോജ്യമായ ഫലമാണ് കൈതച്ചക്ക. അടുത്ത ഭാഗം ഭക്ഷണവും അസമത്വവും. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അസമത്വങ്ങൾ നിലനിന്നിരുന്നു. സാമൂഹികമായ അസമത്വങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ തടസ്സമുണ്ടാക്കി. ഈ വിവേചനത്തിനെതിരെ മിശ്രഭോജനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ. അപ്പോൾ സഹോദരൻ അയ്യപ്പൻ എന്താ ചെയ്തത്? മിശ്രഭോജനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പനെ കൂടാതെ മറ്റു പല സാമൂഹ്യ പരിഷ്കർത്താക്കളും ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന പലതരത്തിലുള്ള അസമത്വങ്ങളും വിവേചനങ്ങളും ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഭക്ഷണവുമായി ബന്ധപ്പെട്ട ജാതി വിവേചനം രാജ്യത്ത് നിയമത്തിലൂടെ നിരോധിച്ചിട്ടുണ്ട്. സാമൂഹികമായ വിവേചനം മാത്രമല്ല, സാമ്പത്തികമായ വിവേചനവും ഭക്ഷണരംഗത്തെ സമത്വത്തിന് വെല്ലുവിളിയാകുന്നു. സഹോദരൻ അയ്യപ്പനും മിശ്രഭോജനവും. വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചത് 1917 മെയ് 29 ചെറായി. എറണാകുളത്തുള്ള ചെറായി എന്ന് പറഞ്ഞ സ്ഥലത്താണ് 1917 മെയ് 29 സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം നടത്തിയത്. എന്നാണ് 1917 മെയ് 29 1917 മെയ് 29 സഹോദരൻ അയ്യപ്പൻ എറണാകുളം ജില്ലയിലെ ചെറായിയിൽ മിശ്രഭോജനം നടത്തിയത്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതിനെതിരെയാണ് ഈ സമരം നടത്തിയത്. മിശ്രഭോജനത്തിന് നേതൃത്വം കൊടുത്തതിനാൽ ശക്തമായ എതിർപ്പ് സഹോദരൻ അയ്യപ്പൻ നേരിടേണ്ടതായി വന്നു. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തിന് കാരണം എന്തായിരുന്നു? ജാതി വ്യവസ്ഥയായിരുന്നു. അപ്പോൾ കേരളത്തിൽ ഉണ്ടായിരുന്ന അസമത്വത്തിന് കാരണം ജാതി വ്യവസ്ഥയായിരുന്നു. സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ പലതവണ മിശ്രഭോജനം നടത്തിയിരുന്നതായി സൂചനകളുണ്ട്. തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന കാലത്ത് അന്നത്തെ പ്രധാന സമുദായ പരിഷ്കർത്താക്കളോടൊപ്പം നെയ്യാറ്റിൻകരയിൽ വെച്ച് നടത്തിയ മിശ്രഭോജനത്തിൽ അയ്യപ്പനും പങ്കെടുത്തു. ഇപ്പം പല സ്ഥലങ്ങളിലും പലരും മിശ്രഭോജനം നടത്തിയിട്ടുണ്ട്. സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ പലതവണ മിശ്രഭോജനം നടത്തിയിട്ടുണ്ട്. അങ്ങനെ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന കാലത്ത് അന്നത്തെ പ്രധാന സമുദായ പരിഷ്കർത്താക്കളോടൊപ്പം നെയ്യാറ്റിൻകരയിൽ വെച്ചിട്ടും മിശ്രഭോജനം നടത്തിയിരുന്നു. അതിൽ അയ്യപ്പൻ പങ്കെടുത്തിരുന്നു. എല്ലാവരും ഒത്തുചേർന്ന് കുമാരനാശാൻ്റെ വീട്ടിൽ വെച്ച് മിശ്രഭോജനം നടത്തി. ലോ കോളേജിൽ FA ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കോളേജിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകേതര ജീവനക്കാർക്കും ഭക്ഷണം നൽകുന്ന പതിവുണ്ടായിരുന്നു. സവർണർക്കും അവർണർക്കും വെവ്വേറെ ഹാളുകളിലായിരുന്നു ഭക്ഷണം നൽകിയിരുന്നത്. ഈ പ്രവൃത്തി അയ്യപ്പനെ പ്രകോപിതനാക്കി. കുട്ടികളിൽ കുറച്ചുപേർ അയ്യപ്പൻ്റെ അഭിപ്രായത്തോട് യോജിച്ചു. ഒടുവിൽ കോളേജ് അധികാരികൾ താല്പര്യമുള്ളവർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമെന്നുള്ള വ്യവസ്ഥയിൽ ഒത്തുതീർപ്പിന് തയ്യാറായി. തുടർന്ന് ഭൂരിപക്ഷം വിദ്യാർത്ഥികളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഈ സംഭവത്തിന് ശേഷം അയ്യപ്പൻ കേരളം മുഴുവൻ അറിയപ്പെടുന്ന വ്യക്തിത്വമായി വളർന്നു. ആണ് സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം നടത്തിയത് 1917 മെയ് 29 എവിടെയാണ് സ്ഥലം? ചെറായി. എറണാകുളം ജില്ലയിലെ ചെറായിലാണ് മിശ്രഭോജനം നടത്തിയത്. വയർ കാളാൻ തുടങ്ങുമ്പോൾ ജന്മിമാരുടെ വീടുകളിലേക്ക് പോകും. അവിടെ കഞ്ഞി പാത്രത്തിൽ തരില്ല, മുറ്റത്ത് പോലുമല്ല, തൊടിയിൽ മണ്ണ് കുഴിച്ച് ഇലയിട്ട് ഒഴിച്ചു തരും. 14 വയസ്സുള്ളപ്പോഴാണ് വീടിനടുത്തുള്ള ജന്മിയുടെ വീട്ടിൽ കഞ്ഞിക്ക് ചെന്നത്. മണ്ണിൽ കുഴിച്ച് കഞ്ഞി ഒഴിച്ചു തന്നു. അവിടെ ഭയങ്കരനായ ഒരു പട്ടിയുണ്ടായിരുന്നു. എന്നോടൊപ്പം അവനോടും ചെന്ന് കഴിക്കാൻ വീട്ടുകാർ പറഞ്ഞു. കുഴിയുടെ അടുത്തേക്ക് കുറിച്ചെത്തിയ പട്ടി കഞ്ഞി കുടിക്കാനുള്ള ആർത്തിയിൽ എന്നെ കടിച്ചു മാറ്റി. ഇത് M. കുഞ്ഞാമൻ എതിര് എന്ന് പറഞ്ഞതിലുള്ള ഇതാണ്. എതിര് ചെറോണയുടെയും അയ്യപ്പൻ്റെയും മകൻ്റെ ജീവിത സമരം. അത് എഴുതിയത് M. കുഞ്ഞാമനാണ്. അതിലെ ഒരു ഭാഗമാണത്. അപ്പോൾ M. കുഞ്ഞാമൻ എഴുതിയ എതിര് ചെറോണയുടെയും അയ്യപ്പൻ്റെയും മകൻ്റെ ജീവിത സമരം എന്നതിലെ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. അത് എഴുതിയതാരാണ്? M. കുഞ്ഞാമൻ. M. കുഞ്ഞാമൻ്റെ എതിര് ചെറോണയുടെയും അയ്യപ്പൻ്റെയും മകൻ്റെ ജീവിത സമരം. ചെറോണയുടെയും അയ്യപ്പൻ്റെയും മകൻ്റെ ജീവിത സമരം. അത് എഴുതിയതാരാണ്? M. കുഞ്ഞാമൻ.
പട്ടിണിയുടെ നേർക്കാഴ്ച. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും പട്ടിണി നിലനിൽക്കുന്നുണ്ട്. ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ഭക്ഷണം എല്ലാ മനുഷ്യരുടെയും അവകാശമാണ്. ജീവൻ നിലനിർത്താൻ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ ആയിരങ്ങൾ ലോകത്തിൻ്റെ പലയിടങ്ങളിലുമുണ്ട്. പട്ടിണിക്കുള്ള കാരണങ്ങൾ കാലാവസ്ഥാ വ്യതിയാനം, യുദ്ധം, പ്രകൃതി ദുരന്തങ്ങൾ, ഭക്ഷ്യപ്രതിസന്ധി, തൊഴിലില്ലായ്മ. ഇനി ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായി. ബംഗാളിലെ ഭക്ഷ്യക്ഷാമം ഉണ്ടായത് 1943-ലാണ്. 1943-ലാണ് ബംഗാളിലെ ഭക്ഷ്യക്ഷാമം ഉണ്ടായത്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 4 വർഷം മുന്നേ 1943 ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായി. ബ്രിട്ടീഷ് ഭരണകാലത്തെ അമിതമായ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിലെ ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും തൽഫലമായി നിരവധി പേർ മരണപ്പെടുകയും ചെയ്തു. ഇതിനുദാഹരണമാണ് ബംഗാളിൽ ഉണ്ടായ ഭക്ഷ്യക്ഷാമം. ബംഗാളിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗമായിരുന്നു കൃഷി. ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിൻ്റെ ഫലമായി അവിടുത്തെ നെൽകൃഷി വ്യാപകമായി നശിച്ചു. ഇതിനെ തുടർന്ന് ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായി. ഈ ക്ഷാമകാലത്ത് ഏകദേശം 30 ലക്ഷം പേർ പട്ടിണി മൂലം മരണപ്പെട്ടു. 30 ലക്ഷം പേര് ആ ബംഗാളിലെ ഭക്ഷ്യക്ഷാമത്തിൽ മരണപ്പെട്ടു എന്നുള്ളതാണ്. സമ്പത്തിൻ്റെ വിതരണത്തിലുള്ള അസമത്വമാണ് പട്ടിണിക്ക് മറ്റൊരു കാരണം. എല്ലാവർക്കും തുല്യമായല്ല സമ്പത്ത് വിതരണം ചെയ്യുന്നത്. അതിനാൽ ചിലർ യഥേഷ്ടം ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റു ചിലർക്ക് പട്ടിണി കിടക്കേണ്ടതായി വരുന്നു. ലോകത്തെ ഏറെ ചർച്ചയ്ക്ക് വിധേയമായ കെവിൻ കാർട്ടറുടെ പട്ടിണിയെ സൂചിപ്പിക്കുന്ന ചിത്രം ന്യൂയോർക്ക് ടൈംസിൽ പ്രസിദ്ധീകരിച്ചത് 1993 മാർച്ച് 26-നാണ്. 1993 മാർച്ച് 26-ന് ലോകത്തെ ഏറെ ചർച്ചയ്ക്ക് വിധേയമായ കെവിൻ കാർട്ടറുടെ പട്ടിണിയെ സൂചിപ്പിക്കുന്ന ചിത്രം ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ചു. കെവിൻ കാർട്ടറുടെയാണ് പട്ടിണിയെ സൂചിപ്പിക്കുന്ന ഒരു ചിത്രമുണ്ട്, കെവിൻ കാർട്ടറുടെ. അപ്പോൾ കെവിൻ കാർട്ടറുടെ പട്ടിണിയെ സൂചിപ്പിക്കുന്ന ചിത്രം 1993 മാർച്ച് 26-ന് ന്യൂയോർക്ക് ടൈംസിൽ പ്രസിദ്ധീകരിച്ചു. ആഫ്രിക്കൻ രാജ്യമായ സുഡാൻ്റെ തെക്കൻ പ്രദേശത്ത് പട്ടിണി മൂലം വിശന്നു വീണ ഒരു കുട്ടിയെ ഭക്ഷണമാക്കാൻ കാത്തു നിൽക്കുന്ന കഴുകനുമാണ് ചിത്രത്തിലുള്ളത്. ആ ചിത്രം എന്ന് പറയുന്നത് എന്താ? ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള സുഡാൻ്റെ തെക്കൻ പ്രദേശത്ത് പട്ടിണി മൂലം വിശന്നു വീണ ഒരു കുട്ടിയും ആ കുട്ടിയെ ഭക്ഷണമാക്കാൻ കാത്തു നിൽക്കുന്ന കഴുകനുമാണ് ആ ചിത്രത്തിലുള്ളത്. കെവിൻ കാർട്ടറാണ് ആ ചിത്രം വരച്ചത്. ഈ ചിത്രം ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഒന്നായ ദാരിദ്ര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആഭ്യന്തര യുദ്ധം മൂലം ജനം നരകയാതന അനുഭവിച്ചിരുന്ന സുഡാനിലേക്ക് ഭക്ഷണം എത്തിക്കാനുള്ള UN പദ്ധതിയാണ് ഓപ്പറേഷൻ ലൈഫ് ലൈൻ സുഡാൻ. അപ്പോൾ ഓപ്പറേഷൻ ലൈഫ് ലൈൻ സുഡാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷ്യക്ഷാമം നേരിട്ടുകൊണ്ടിരുന്ന സുഡാനിലേക്ക് ഭക്ഷണം എത്തിക്കാനുള്ള UN-ൻ്റെ പദ്ധതിയാണ് ഓപ്പറേഷൻ ലൈഫ് ലൈൻ സുഡാൻ എന്നുള്ളത്. ഓപ്പറേഷൻ ലൈഫ് ലൈൻ സുഡാൻ എന്നുള്ളത് UN-ൻ്റെ പദ്ധതിയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കി മാതൃകയായ സംസ്ഥാനമാണ് കേരളം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേരള സർക്കാർ രൂപം കൊടുത്തിട്ടുള്ള പദ്ധതിയാണ് കുടുംബശ്രീ മിഷൻ. അത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് കുടുംബശ്രീ മിഷൻ്റെ പ്രധാന ലക്ഷ്യം. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013. അപ്പോൾ 2013 ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്നു. 2013 ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്നു. ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്നത് 2013-ലാണ്. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013 നിലവിൽ വന്നു. അതായത് നമ്മുടെ ദേശീയ തലത്തിൽ നിലവിൽ വന്നു. ഈ നിയമപ്രകാരം ഭക്ഷ്യസുരക്ഷ സർക്കാരിൻ്റെ കടമയാണ്. അപ്പോൾ ഭക്ഷ്യസുരക്ഷ എന്നുള്ളത് സർക്കാരിൻ്റെ കടമയാണ്. ഈ നിയമപ്രകാരം ഭക്ഷ്യസുരക്ഷ എന്നുള്ളത് സർക്കാരിൻ്റെ കടമയാണ്. എന്തൊക്കെയാണ് ഈ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങളെന്ന് നോക്കാം. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക. പോഷകമൂല്യമുള്ളതും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ലഭ്യമാക്കുക. ഇതൊക്കെയാണ് ലക്ഷ്യങ്ങൾ. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക, പോഷകമൂല്യമുള്ളതും ഗുണമേന്മയുള്ളതുമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ലഭ്യമാക്കുക. ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു പൊതുവിതരണ സംവിധാനം രാജ്യത്ത് നിലവിലുണ്ട്. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരന്മാരുടെ നിയമപരമായ അവകാശമാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ വേണമെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാം. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരന്മാരുടെ നിയമപരമായ അവകാശമാണ്. ഇത് ശരിയാണോ തെറ്റാണോ എന്നും വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ എന്താണ് നമ്മുടെ ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത എന്നുള്ളത് പൗരന്മാരുടെ നിയമപരമായിട്ടുള്ള അവകാശമാണ്. അത് നമുക്ക് നിയമത്തിലൂടെ നമുക്കത്
നേടിയെടുക്കാനായിട്ട് പറ്റും. നമുക്കത് നിഷേധിക്കപ്പെടുകയാണെങ്കിൽ നമുക്കെന്താ നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരന്മാരുടെ നിയമപരമായിട്ടുള്ള അവകാശമാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം നടപ്പിലാക്കുന്ന പദ്ധതികളാണ് ഉച്ചഭക്ഷണ പദ്ധതി, പൊതുവിതരണ സംവിധാനം, സംയോജിത ശിശുവികസന സേവന പരിപാടി, അതായത് ICDS പോലെയുള്ളത്. അതാണ് സംയോജിത ശിശുവികസന സേവന പരിപാടി, അതാണ് ICDS. അപ്പോൾ ഉച്ചഭക്ഷണ പദ്ധതി, സ്കൂളുകളിലെല്ലാം ഉച്ചഭക്ഷണ പദ്ധതിയുണ്ട്. അതുപോലെ പൊതുവിതരണ സംവിധാനം, നമ്മൾ റേഷൻ കടകൾ പോലെയുള്ളത്, പിന്നെ ICDS. ഇതൊക്കെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം നടപ്പിലാക്കുന്ന പദ്ധതികളാണ്. അപ്പോൾ ഭക്ഷ്യസുരക്ഷാ നിയമം എന്നാണ് നിലവിൽ വന്നത്? 2013 അതിൻ്റെ ഭക്ഷ്യസുരക്ഷ ആരുടെ കടമയാണ്? സർക്കാരിൻ്റെ കടമയാണ്. ഭക്ഷ്യസുരക്ഷ സർക്കാരിൻ്റെ കടമയാണ്. അപ്പോൾ ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരന്മാരുടെ നിയമാവകാശവുമാണ്. ഭക്ഷണവും ആരോഗ്യം. ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നാണ് ഭക്ഷണം. ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നാണ് ഭക്ഷണം. ആരോഗ്യം നിലനിർത്തുന്നതിൽ ഭക്ഷണത്തിന് സുപ്രധാന പങ്കുണ്ട്. പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നു. അനാരോഗ്യകരമായ ഭക്ഷണശീലം പല ജീവിതശൈലി രോഗങ്ങൾക്കും കാരണമാകുന്നു. 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമാണ്. 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം. അപ്പോൾ 2023 എന്ത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർദ്ദേശപ്രകാരം അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി തിരഞ്ഞെടുക്കപ്പെട്ടത് 2023. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം ചെറുധാന്യങ്ങളുടെ ഉൽപ്പാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക. ചെറുധാന്യങ്ങളുടെ ഉൽപ്പാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക. പുല്ല് വർഗ്ഗത്തിൽപ്പെടുന്ന ധാന്യവിളകളാണ് ചെറുധാന്യങ്ങൾ എന്ന് പറയുന്നത്. അതായത് റാഗി, ജോവർ, ബാർലി, തിന, ബജ്ര, വരക്, അതൊക്കെയാണ് ഈ ചെറുധാന്യങ്ങളിൽ വരുന്നത്. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും മറ്റ് ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും. അതിനാൽ പോഷകസമൃദ്ധമായ ചെറുധാന്യങ്ങൾ ഭക്ഷണത്തിൽ നിത്യേന ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ 2023 എന്നുള്ളത് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമാണ്. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് ഐക്യരാഷ്ട്ര സംഘടന നിർദ്ദേശിച്ചത് 2023. 2023 എന്താണ്? അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഭക്ഷണവും മനുഷ്യരും എന്നുള്ള 5ാം ക്ലാസ്സിലെ പാർട്ട് 1 ചാപ്റ്റർ 2 അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറൊരു ചാപ്റ്ററുമായിട്ട്